മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന കൊടും ഭീകരൻ മഞ്ഞുവീഴ്ച അമേരിക്കയിലേക്ക്. ഇല്ലിനോയിയിൽ -55 മിനസോട്ടയിൽ -30 വരെ താപനില താഴ്ന്നു. പലയിടങ്ങളിലും 14 ഇഞ്ച് വരെ ഉയരത്തിൽ മഞ്ഞ് കുമിയുന്നു. കടന്നുപോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഭീതിതമായ നാളുകളിലൂടെ. ജനങ്ങളുടെയും മറ്റും ജീവജാലങ്ങളുടെയും ജീവനു തന്നെ ഭീഷണിയുയർത്തുന്ന അതിശൈത്യത്തിലൂടെയാണ് അമേരിക്ക കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മിഡ്വെസ്റ്റിലും നോർത്ത് ഈസ്റ്റിലുമാണ് കൊടും ശൈത്യം നാശം വിതയ്ക്കാൻ പോകുന്നത്. മഞ്ഞിൽപ്പെടുന്നവരെ മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന തരത്തിലുള്ള അതിശൈത്യമാണ് അമേരിക്കയിൽ. ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ശൈത്യ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നു മുതൽ താപനിലയിൽ വലിയ തോതിലുള്ള കുറവ് അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ജീവൻ അപകടത്തിലാകുന്നത് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് നാഷണൽ വെതർ സർവീസ് നൽകിയിട്ടുള്ളത്. ബുധനാഴ്ചയാണ് ഏറ്റവും കടുത്ത തണുപ്പിന് സാധ്യത കൽപ്പിച്ചിട്ടുള്ളത്. നോർത്തേൺ ഇല്ലിനോയിൽ -55°C വരെ താപനില താഴാനിടയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. മിനസോട്ടയിൽ അത് -30° വരെയാകാനും സാധ്യതയുണ്ട്. വലിയ തോതിലുള്ള ശീതക്കാറ്റ് കൂടി വീശുന്നതോടെ -60°C പോലെയാകും ഇതനുഭവപ്പെടുകയെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. വളരെ അപകടം പിടിച്ച കാലാവസ്ഥയാണ് ഇതെന്ന് വെതർ പ്രൊഡക്ഷൻസിലെ ബ്രയൻ ഹേളി മുന്നറിയിപ്പ് നൽകി. ഫ്രോസ്റ്റ് ബൈറ്റും ഹൈപ്പോതെർമിയയും പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. മിനിറ്റുകൾക്കുള്ളിലോ ചിലപ്പോൾ സെക്കൻഡുകൾക്കുള്ളിലോ മരണം പോലും സംഭവിക്കാൻ തക്ക മാരകമായ കാലാവസ്ഥയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ തണുപ്പ് റെക്കോർഡ് തകർക്കുമെന്നാണ് കണക്കാക്കുന്നത്. മിൽവോക്കിയിൽ പ്രതീക്ഷിക്കുന്ന -28°C വരെ താപനില താഴാനിടയുണ്ട്. ശീതക്കാറ്റ് കൂടിയാകുമ്പോൾ അത് -50°C വരെ ഫലം ചെയ്യും. 1996 ഉണ്ടായ -26°C ആണ് ഇതുവരെ റെക്കോർഡ്. ഉത്തരധ്രുവത്തിനു ചുറ്റും കറങ്ങുന്ന ശീതക്കാറ്റാണ് പോളാർ വോൾട്ടെക്സ് എന്ന പ്രതിഭാസത്തിന് കാരണം. മതിയായ സുരക്ഷാ കവചങ്ങളില്ലാതെ പുറത്തിറങ്ങരുതെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയത്. പ്രായം ചെന്നവരും രോഗബാധിതരും കഴിയുന്നത്ര യാത്രയൊഴിവാക്കണമെന്നും ഇത്തരക്കാരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണമെന്നുമാണ് മറ്റു മുന്നറിയിപ്പുകൾ. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.